ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എനിക്ക് വേണ്ടി കരുതലുള്ളവൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കരുതുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നമുക്ക് സന്തോഷമാണ്. കാരണം നമുക്ക് ജീവിക്കുവാൻ തന്നെ ഒത്തിരി സന്തോഷം തരുന്ന ഒരു നല്ല അനുഭവമാണ് എനിക്ക് വേണ്ടി കരുതുന്ന ഒരാളുണ്ട് എന്ന ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായ അതിപ്രധാനമായ ഒരു സംഭവത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും ദൈവത്തിൻ്റെ ശക്തമായ ഒരു സംരക്ഷണവും ദാനിയേലിന് ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ നേരെ, തമ്പുരാൻ്റെ നേരെ മുഖമുയർത്തി ദാനിയേൽ പറയുകയാണ്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു എന്ന്. ദാനിയേലിൻ്റെ സഹപ്രവർത്തകർ ദാനിയേലിൻ്റെ വളർച്ച കണ്ട് ദാനിയേൽ ബാബിലോണിലെ ഉന്നത അധികാരിയായിത്തീരും എന്ന നല്ല ബോധ്യമുണ്ടായിരുന്നവർ ദാനിയേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ദാനിയേലിൻ്റെ ജീവിതത്തെ തകർക്കുക, ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞ് കൊന്നുകളയാൻ ഇടയാക്കുക, ആ തരത്തിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം മുഴുവനും ഈ കഥയാണ്, ഈ സംഭവമാണ് നമ്മളോട് പറയുക. ദാനിയേൽ ബാബിലോണിൻ്റെ ഭരണാധികാരി വരെ ആകും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ദാനിയേലിന് എതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞ് കൊന്നുകളയാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ രാജാവിൻ്റെ ശക്തമായ എതിർപ്പ് അവനിലേക്ക് വരുത്തി അവനെ സിംഹക്കുഴിയിൽ എറിയാൻ ഇടയായി. 7 ദിവസം ദാനിയേൽ സിംഹക്കുഴിയിൽ കഴിഞ്ഞു. 7 ദിവസം ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവൻ അങ്ങേയറ്റം ക്ഷീണിച്ച് അവശനായി സിംഹക്കൂട്ടിലിരിക്കുന്നു. സിംഹം അവനെ തിന്നുന്നുമില്ല. രാജാവ് കൽപ്പിച്ചു, അവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞ് കൊന്നുകളയുക. അങ്ങനെ സിംഹം അവനെ തിന്നട്ടെ, അങ്ങനെ അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കട്ടെ എന്ന് രാജാവും ആഗ്രഹിച്ചു. എന്നാൽ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ദാനിയേലിനെ സിംഹങ്ങൾ സ്പർശിക്കുക പോലും ചെയ്തില്ല. ഈ അവസരത്തിൽ ദാനിയേൽ വിശന്നു വലഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവം യൂദയായിലുണ്ടായിരുന്ന ഹബക്കുക്ക് പ്രവാചകനോട് ദൈവദൂതൻ വഴി അറിയിച്ചു. ഹബക്കുക്ക് പ്രവാചകൻ വയലിലേക്ക് അവൻ്റെ വേലക്കാർക്ക് ഭക്ഷണവുമായിട്ട് പൊടിച്ച അപ്പവും കറിയുമായി അവൻ പോകുമ്പോൾ ദൈവദൂതൻ ഹബക്കുക്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ ഈ ഭക്ഷണം കൊണ്ടുപോയി ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, ഞാൻ ബാബിലോണിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ബാബിലോൺ സിംഹക്കുഴിയെക്കുറിച്ച് എനിക്കറിയത്തുമില്ല. ഉടനെ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്കിനെ തലമുടിയിൽ പിടിച്ച് ഉയർത്തി വായുവേഗത്തിൽ ബാബിലോണിലെ സിംഹക്കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഹബക്കുക്ക് വളരെ വേഗം ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലെ, ദൈവം നിനക്ക് അയച്ചു തന്നിരിക്കുന്ന ഭക്ഷണം നീ കഴിച്ചാലും എന്ന് പറഞ്ഞ് ഹബക്കുക്ക് പ്രവാചകൻ ദാനിയേലിന് ഭക്ഷണം കൊടുത്തു. ഹബക്കുക്ക് പ്രവാചകനിലൂടെ ദൈവം അവന് ഭക്ഷണം എത്തിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. സിംഹക്കുഴിയിൽ വിശന്നു വലഞ്ഞ അവന് ദൈവം അവനെ ഓർമ്മിച്ച് ദൈവം നേരിട്ട് ഇടപെട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു അനുഭവമായി അവന് ഭക്ഷണം വന്നപ്പോൾ അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവൻ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം ഈ കരുതൽ നടത്തി എന്ന് ദാനിയേലിന് മനസ്സിലായപ്പോൾ ദാനിയേൽ അങ്ങേയറ്റ സന്തോഷത്തോടെയാണ് അവൻ വിളിച്ചു പറയുന്നത്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ 2 വാക്കുകളിൽ ദാനിയേലിൻ്റെ ജീവിതവും
ദൈവത്തോടുള്ള അവൻ്റെ കടപ്പാടും മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒരു വചനമാണിത്. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എല്ലാ പ്രതിസന്ധികളുടെയും മുമ്പിൽ അന്യദൈവത്തെ ആരാധിക്കണമെന്ന് രാജാവിൽ നിന്ന് കൽപ്പനയുണ്ടായപ്പോഴും ദാനിയേൽ അതിനെ എതിർത്ത് നിന്ന് അവൻ്റെ ജനാലയ്ക്കരികിൽ ജെറൂസലേമിന് നേരെ തുറന്നിട്ട് ജെറൂസലേമിൽ വസിക്കുന്ന ദൈവത്തെ അവൻ ആരാധിച്ചു കൊണ്ടിരുന്നവനാണ്. അവൻ ഒരിക്കലും അന്യദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിക്കുന്നതിൽ അവൻ അല്പം പോലും താല്പര്യം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ പുറത്തു വരുന്ന മനോഹരമായ ഒരു അനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ചയിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമ്പോൾ, മരണകരമായ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുമ്പോൾ, ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ കിട്ടിക്കഴിയുമ്പോൾ ദാനിയേൽ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും കൈവിടുകയില്ല എന്ന്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്ന, ഒരിക്കലൊരു വലിയ വീഴ്ച വീണ് തലതല്ലി ഞാൻ താഴെ വീണു. തലതല്ലി വീണ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഞാൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫോണിലൂടെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത ആളാണെന്ന് അങ്ങേയറ്റത്തുള്ള ആൾ, എന്നെ വിളിച്ച ആൾ മനസ്സിലാക്കി. എന്നോട് ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അല്പസമയം മുമ്പ് ഇങ്ങനെ ഒന്ന് തലതല്ലി വീണു. എന്നോട് വളരെ വേഗം ഹോസ്പിറ്റലിൽ പോകുവാൻ ആ വ്യക്തി ആവശ്യപ്പെട്ടു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. വളരെ സാവകാശം ഞാനതിൽ നിന്ന് റിക്കവർ ചെയ്തു. പിന്നീട് ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനാവസരത്തിൽ എനിക്ക് കിട്ടിയ കൗൺസിലിങ്ങിൽ എന്നോടുള്ള ആദ്യത്തെ ചോദ്യം കൗൺസിലറുടെ ചോദ്യം ഇതായിരുന്നു, ദൈവം വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ, എന്താണ് അത് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വീഴ്ചയിൽ ഞാൻ വല്ലാതെ പരിക്കേറ്റ് ഞാൻ മരിച്ചു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണമാണ്. തലതല്ലി വീഴുന്നത് വലിയൊരാപത്താണെന്ന് എനിക്ക് അന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി, എന്തോ തകരാറ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചു എന്നും, ഒരുപക്ഷെ തൻ്റെ വേലയ്ക്കായിട്ട് ഇനിയും ഞാൻ കർത്താവിനായി വേല ചെയ്യേണ്ടതുള്ളത് കൊണ്ടായിരിക്കാം തമ്പുരാൻ എന്നെ അവിടെ ഒരാപത്തും കൂടാതെ സംരക്ഷിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നേരിട്ട് മറ്റൊരവസരത്തിൽ എൻ്റെ വാഹനത്തിന് നേരെ മറ്റൊരു വാഹനം നേരിട്ട് വന്ന് ഇടിച്ച്, ആ ഇടിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഇരുന്നപ്പോഴും ഞാനിപ്പോൾ തീരുമല്ലോ എന്നുള്ള ചിന്ത പോലും എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ മുറുക്കെ ആ സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ രക്ഷിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഞാനിന്ന് ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാനിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാനിയേൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നല്ലോ എന്ന് ഞാൻ പലതവണ എൻ്റെ ജീവിതത്തിൽ ഓർത്തിട്ടുണ്ട്. ദൈവം അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ദൈവം എന്നെ ഓർമ്മിച്ചതുകൊണ്ട് വലിയ ആപത്തിൽ നിന്ന്, വലിയ അപകടത്തിൽ നിന്ന് ദൈവം എന്നെ താങ്ങിയെടുക്കുകയാണ്. ഞാൻ ആ പ്രതിസന്ധിയിലൂടെ, ആ വീഴ്ചയിലൂടെ, ഞാൻ ആ അപകടത്തിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ ദൈവം എന്നെ താങ്ങുന്നുണ്ടായിരുന്നു. ദൈവം എന്നെ ഓർമ്മിച്ചിട്ടുണ്ട്. ആ വലിയ ഓർമ്മ എനിക്ക് വലിയ രക്ഷയും എനിക്ക് വലിയൊരു അനുഗ്രഹവും ആയിത്തീർന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ് വീണ്ടും വീണ്ടും ദാനിയേൽ പറഞ്ഞ ഈ വചനം, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ജൂലൈ 3 വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലീഹയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വായന യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ പുതുഞായറാഴ്ച തോമാസ് ലീഹയ്ക്ക് ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ആ ഭാഗമാണ്. തോമാസ് ലീഹ അവിടെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമ്പൂർണമായും സമർപ്പിച്ച ഒരു വചനം പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. കാരണം തോമാസ് ലീഹായ്ക്ക് അതിനപ്പുറത്തേക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്നും പറയാനില്ല. ഉയർപ്പ് ഞായറാഴ്ച തോമാസ് ലീഹ ഇല്ലാതിരുന്ന സമയത്ത് ബാക്കി അപ്പസ്തോലന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, താനില്ലാതിരുന്ന സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും ഉദ്ധിതനായ കർത്താവിനെ കാണാൻ പറ്റാത്തത് വന്നതിലുള്ള സങ്കടവും നിമിത്തം തോമാസ് ലീഹ വാശി പിടിക്കുകയാണ്. അവനെ ഞാൻ നേരിട്ട് കാണുകയും അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിടുകയും
അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരൽ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് തോമാസ് ലീഹ വാശി പിടിച്ച് ഇരിക്കുകയാണ്. ഈ വാശിയുടെ അവസാനം കർത്താവ് എളിമപ്പെട്ട് തോമാസ് ലീഹ വിശ്വസിക്കാത്തവന് താൻ ഉദ്ധിതനായി എന്ന് തോമാസ് ലീഹ വിശ്വസിക്കാതെ പോകരുത്. അത് ഈശോയുടെ ഒരു നിർബന്ധമാണ്. തൻ്റെ അപ്പസ്തോലന് താൻ ഉദ്ധിതനായി എന്നുള്ളതിന് നല്ല തെളിവ് കൊടുക്കണം. തോമാസ് ലീഹ വാശി പിടിക്കുന്നു. അവൻ്റെ വിലാവിൽ എൻ്റെ കൈവെക്കണം, അവൻ്റെ ആണിപ്പഴുതുകളിൽ ഞാൻ അവന് വിരലിടുകയും ചെയ്യണം, എന്നാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന തോമാസ് ലീഹായ്ക്ക് മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും നേരെ തോമാസ് ലീഹയെ വിളിച്ച്, തോമസ് ഇവിടെ വരിക, എൻ്റെ മുറിവുകൾ കാണുക, എൻ്റെ മുറിവുകളിൽ നിൻ്റെ വിരലിടുക, പാർശ്വത്തിൽ കൈവയ്ക്കുക, വിശ്വസിക്കുക എന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവിടെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. തോമാസ് ലീഹയ്ക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ വാക്കുകളിൽ തൻ്റെ സമ്പൂർണമായ സമർപ്പണം തോമാസ് ലീഹ അവിടെ ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. തോമാസ് ലീഹ ഇവിടെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ വാക്കുകളിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം. ഇനിയും ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ച എൻ്റെ ഈ വാശിക്ക് മുമ്പിൽ താണുവന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിതാ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്നൊരു സമർപ്പണമാണ് തോമാസ് ലീഹ ഇവിടെ പറഞ്ഞത്. തോമാസ് ലീഹയുടെ ആ രണ്ട് വാക്കുകളിലും നമ്മൾ കാണുന്നത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെയും സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും മറുപടി. ഞാൻ എന്താണ് നൽകേണ്ടത് തോമാസ് ലീഹയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തോമാസ് ലീഹ സമ്പൂർണമായും ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ദാനിയേലിനെ സിംഹം തിന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ദാനിയേലിന് മനസ്സിലായി അവനെ ദൈവം പ്രത്യേകം സംരക്ഷിക്കുന്നു എന്ന്. കാരണം എല്ലാ ശക്തിയുടെയും മീതെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ അവിടെ യേശുവും ശിഷ്യന്മാരും തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റുണ്ടായി. ശിഷ്യന്മാർ നിലവിളിച്ചു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ കർത്താവ് ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എല്ലാ പ്രകൃതി ശക്തിയുടെയും മീതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് അപ്പസ്തോലന്മാരോട് കർത്താവ് പറയുമ്പോൾ ദൈവം എല്ലാ ശക്തിയുടെയും മീതെ അവന് അധികാരം നൽകിയിരിക്കുകയാണ്. ഈ അധികാരമാണ്, ദൈവത്തിൻ്റെ ഈ വചനമാണ് ദാനിയേലിനെ ആ സിംഹക്കൂട്ടിൽ പരിപൂർണമായും സംരക്ഷിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ജീവിതയാത്രയിലും ഈ ഒരു സംരക്ഷണം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണം എല്ലാ ശത്രുവിൻ്റെയും മീതെ നമുക്കൊരു വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ശത്രുവിൻ്റെയും മീതെ വലിയൊരു സംരക്ഷണം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദാനിയേലിന് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്കിത് അനുഭവിക്കാൻ തക്കവിധം ദൈവം ഇടയാക്കി തരും. നമ്മൾ അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കണം എന്ന് മാത്രം. അതാണ് ദാനിയേൽ പറയുന്നത്, ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. വളരെ അത്ഭുതകരമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ദാനിയേലും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പം നമ്മൾ വചനം കേൾക്കുകയും ഇത്തരത്തിലുള്ള ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകണമെന്ന ആഗ്രഹത്തോടെ സമ്പൂർണ്ണമായും ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം ദാനിയേൽ വിട്ടുകൊടുത്തതുപോലെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്, എപ്പോഴും ഏത് പ്രതിസന്ധിയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു നല്ല മനസ്സ്, ഇതൊക്കെ നമ്മൾ സമ്പാദിക്കുന്നെങ്കിൽ ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായും കടന്നു വരും എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പോർസുങ്കല ദേവാലയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അസീസിയുടെ മനോഹരമായ ഒരു സ്റ്റാച്യു ആ ദേവാലയത്തിൻ്റെ പുറത്ത് വരാന്തയിലുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഫ്രാൻസിസ് അസീസിയുടെ സ്റ്റാച്യു ഇങ്ങനെ മലർത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. എപ്പോഴും ഒരു പ്രാവ്, ജീവനുള്ള ഒരു പ്രാവ് അസീസിയുടെ കരത്തിൽ ഉണ്ടാവും. നമ്മളിവിടെ നിന്ന് കേൾക്കുമ്പോൾ നമ്മളിത് കഥയാണ് എന്ന് വിചാരിക്കും. നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടു കഴിയുമ്പോൾ
അസീസിയുടെ കയ്യിൽ ഒരു ചെറിയ കൂടും, ആ കൂടിൽ എപ്പോഴും ഒരു വെളുത്ത പ്രാവ് ഉണ്ട്. അടുത്ത പ്രാവ് വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഈ കയ്യിലുള്ള പ്രാവ് പറന്നു പോവുക. എന്തുകൊണ്ടാണ് ഒരു പ്രാവ് അസീസിയുടെ സ്റ്റാച്യുവിൽ എപ്പോഴും വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവമാണിത്? കാരണം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എല്ലാ മൃഗങ്ങളെയും സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു, സർവ്വജീവജാലങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിലനിന്ന ആ ഒരു സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ഒപ്പം പ്രകൃതിയോടുള്ള സ്നേഹം, ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, അത് ആ സ്റ്റാച്യുവിലും ആ പരിസരത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് യാതൊരു ഭയവും കൂടാതെ ആരൊക്കെ ആ പരിസരത്തുണ്ടെങ്കിലും ഒരു ജീവനുള്ള ഒരു പ്രാവ് എപ്പോഴും അസീസിയുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇത് നേരിട്ട് ഞാനും കണ്ട ഒരു കാഴ്ചയാണ്. നേരിട്ട് കാണുന്നവരെ ഞാനും ഇത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജീവനുള്ള ഒരു പ്രാവ്, ആ സ്റ്റാച്യുവിൻ്റെ കയ്യിൽ ജീവനുള്ള ഒരു പ്രാവ് എങ്ങനെയിരിക്കുന്നു? അത് ഫ്രാൻസിസ് അസീസി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ജീവികളോടും പ്രകൃതിയോടും അതിനേക്കാളെല്ലാം ഉപരി ദൈവത്തോട് പുലർത്തിയ ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവത്തിൻ്റെ വിശുദ്ധി ഇപ്പോഴും ആ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം ഈ പ്രാവ് എപ്പോഴും ഒരു ഭയവും കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കുന്നു? പ്രകൃതിയിലെ ജീവജാലങ്ങളെ എത്രത്തോളം നമ്മൾ മാനിക്കുന്നു? ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ, ഈ പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട്, ഇതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, ഫ്രാൻസിസ് അസീസിയുടെ ആ സ്റ്റാച്യുവിൽ നിൽക്കുന്ന ആ പ്രാവിനെ പോലെ നമുക്കും വളരെ സ്വതന്ത്രമായിട്ട് എല്ലാ ജീവജാലങ്ങളോടും ഇടപെടുവാനായിട്ട് സാധിക്കും. നമ്മളെയൊക്കെ കാണുമ്പോൾ ഏത് പ്രാവാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കാത്ത ഏതൊരു ജീവിയും നമ്മളെ കാണുമ്പോൾ നമ്മളെ ഭയപ്പെട്ട് ഓടാറുണ്ട്. കാരണം എന്താണ്? നമ്മളിൽ ആ ദൈവികത പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ദാനിയേൽ സിംഹക്കൂട്ടിൽ കിടന്നപ്പോൾ എന്തുകൊണ്ട് ആ സിംഹങ്ങൾക്ക് ദാനിയേലിനെ കൊന്നു ഭക്ഷിക്കാനായിട്ട് തോന്നിയില്ല? ദാനിയേലിനെ പുറത്തിറക്കിയതിന് ശേഷം രാജാവ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചവരെ സിംഹക്കൂട്ടിലെറിയുകയും ആ നിമിഷം തന്നെ ആ സിംഹങ്ങൾ അവരെയെല്ലാം കൊന്നു തിന്നുകയും ചെയ്തത് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വ്യത്യാസം? ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും തമ്മിൽ എന്തുകൊണ്ട് പ്രകൃതി പോലും ഈ തരത്തിലുള്ള ഒരു വ്യത്യാസം കാണുന്നു? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രകൃതിയിലെ പല ജീവജാലങ്ങളും നമ്മളെ ശത്രുക്കളായിട്ടും കാണുകയും നമ്മളെ ഭയപ്പെട്ട് ഓടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. അതുമൂലം നമ്മൾ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ചില മനോഭാവങ്ങളുണ്ട്. ഇതെല്ലാം ദൈവാനുഭവം നിറഞ്ഞതാകുമ്പോൾ നമ്മളൊക്കെ വലിയ വ്യത്യസ്തരായ മനുഷ്യരായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇറങ്ങുന്നു? ഫ്രാൻസിസ് അസീസി 2-ാം ക്രിസ്തു എന്നാണ് അറിയപ്പെടുന്നത്. അത്രത്തോളം വളർന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവിൽ പ്രാവ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ എന്തോ ഒരു ദൈവികതയുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ വിശുദ്ധരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ജീവിതം അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതത്തിലെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ എനിക്കില്ല? ദാനിയേൽ സിംഹക്കൂട്ടിൽ കിടന്നപ്പോൾ ആ സിംഹം തിന്നാതിരുന്ന പോലെ ഞാനാണ് സിംഹക്കൂട്ടിലേക്ക് എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മടയിലേക്ക്, പുലി മടയിലേക്ക് ഞാനാണ് എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു കാട്ടുമൃഗത്തിൻ്റെ മുമ്പിൽ ഞാനാണ് ചെന്നപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കുക. ഈ വ്യത്യാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവികരല്ല, ദൈവിക സാന്നിധ്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമ്മളിൽ നിറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാൻസിസ് അസീസിയെ പോലെയും ഈ ദാനിയേലിനെ പോലെയും നമ്മളായിത്തീരണമെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധമുണ്ട്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വളരെ വ്യത്യസ്തമായിരിക്കണം. ഈ ഒരു ജീവിതശൈലിയിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇതിന് എന്തൊക്കെയോ മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? എന്തൊക്കെ മാറ്റത്തിലേക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത്? ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? പ്രകൃതിയുമായിട്ടുള്ള അതുമൂലം
ഈശോയുമായിട്ടുള്ള ബന്ധം പ്രകൃതിയുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് നീങ്ങാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാവുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിലാണ്, എൻ്റെ സ്വഭാവത്തിലാണ് എന്തൊക്കെയോ പാളിച്ചകളുണ്ടത്, എന്തൊക്കെയോ അപാകതകളുണ്ടത് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കണം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 12-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു: തൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. തൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ എൽക്കാന എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെ കഥ അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെന്നീനായും. പെന്നീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളുണ്ടായിരുന്നില്ല. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. മറ്റൊരാളുടെ ശാരീരിക മാനസിക പോരായ്മകളെ എടുത്തു പറഞ്ഞ് പരിഹസിക്കുന്ന, അവരെ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം മനുഷ്യരായ നമ്മളിലുണ്ട്. എന്നാൽ ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരിയേറെ വേദനയോടെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ ഹന്നയെ പെനീന ഒത്തിരിയേറെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഇത് അവൾക്ക് ഒത്തിരിയേറെ വേദനയായിരുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ അവൾ ചെന്ന മനോവേദനയോടെ അവൾ അവളുടെ ഹൃദയം തുറന്നു വെച്ചു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിയിൽ ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു: സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അതായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന. സൈന്യങ്ങളുടെ കർത്താവേ, ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ഈ ദാസിയെ വിസ്മരിക്കരുതേ. പുരോഹിതനായ ഏലി ഇവളുടെ ഈ സംസാരങ്ങൾ അധരം മാത്രം ചലിക്കുന്ന രീതിയിൽ അവൾ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന കണ്ട് ഇവൾ മദ്യപിച്ചിരിക്കുകയാണ് എന്ന് ഏലി പറഞ്ഞു. ഏലി അവളോട് പറഞ്ഞു: നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക. അപ്പോൾ ഹന്ന പറയുകയാണ്: ഈ ദാസിയെ അധപ്പതിച്ചവളായി കാണരുതേ. ഞാൻ എൻ്റെ ഹൃദയവികാരങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ പകരുകയായിരുന്നു എന്ന് ഹന്ന പറഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏലി അവളുടെ സങ്കടം കണ്ട് അവളെ അനുഗ്രഹിച്ചു വിട്ടു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. നീ സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞ് ഏലി അവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈ ദാസിയുടെ സങ്കടം കണ്ട് എന്നെ അനുസ്മരിക്കണമേ, ഈ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഹന്ന ദൈവസന്നിധിയിൽ വേദനയോടുകൂടി നിലവിളിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു. നമ്മൾ ഓർത്തു നോക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ആഴത്തിൽ സ്പർശിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ ആഴങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണോ, അതോ പുറമേ മാത്രം കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു ചിന്തയോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കും? ഈ പ്രാർത്ഥനയാണ് ഫലം കാണാതെ പോകുന്നത്. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ആഴത്തിൽ നിന്നും വരുന്ന, വേദനയിൽ നിന്നും വരുന്ന ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ദാനിയേലിന് കിട്ടിയ വലിയ അനുഗ്രഹവും കൃപയും പോലെ നമ്മുടെ ജീവിതത്തിലും വലിയ കൃപ ദൈവം ഒഴുക്കിത്തരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എന്ന് മാത്രം. ഹന്ന എത്രത്തോളം പ്രാർത്ഥിച്ചു? ഹന്നയുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചാണ് ഹന്ന പ്രാർത്ഥിച്ചത്. കാരണം എല്ലാ തരത്തിലുമുള്ള പീഡകൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നു. എല്ലാ തരത്തിലും അവൾ വേദന അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചു: ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ അനുസ്മരിക്കണമേ. നമുക്കും ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: എന്നെ അങ്ങയുടെ സന്നിധിയിൽ അനുസ്മരിക്കണമേ. ദൈവം നമ്മളെ അനുസ്മരിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ദൈവം നമ്മളെ അനുസ്മരിക്കാൻ തക്ക വിധം ഒരു സമ്പൂർണ്ണ സമർപ്പണം, എന്തു വന്നാലും ദൈവത്തെ വിട്ടു പിരികയില്ല എന്നുള്ള ആ ഒരു ആഴമായ ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അതിന് വളർത്തേണ്ടത് ഈശോയുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ് വളരേണ്ടത്. കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധം വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവത്തെ വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധം ഈശോയുമായി നമുക്ക് വരും. അവിടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക, അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുക, അവിടെയാണ് ദൈവം നമ്മെ അനുസ്മരിക്കുക. അവിടെയാണ് ദാനിയേലിന് കിട്ടിയതുപോലെ, ഹന്നായ്ക്ക് കിട്ടിയതുപോലെ അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഈ അനുഗ്രഹപ്രാപ്തിക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം.
നമ്മുടെ വിശ്വാസം കുറവുള്ള മേഖലകളിലെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ ആഴത്തിൽ വിശ്വസിക്കുവാനും ആഴത്തിലുള്ള ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ തിരുമുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ പോരായ്മകളുള്ളതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ എല്ലാ പോരായ്മകളും ഞങ്ങളുടെ എല്ലാ കുറവുകളും പരിപൂർണമായും തിരുത്തി അങ്ങയെ സമ്പൂർണമായും അങ്ങയിൽ ആശ്രയിക്കുന്ന ഒരാശ്രയത്തിൻ്റെ ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും ഞങ്ങളെ അങ്ങ് അനുസ്മരിക്കുന്നവരാകും. ഞങ്ങൾ അങ്ങയെ അനുസ്മരിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പകർത്തുവാനും അതുമൂലം ഞങ്ങളുടെ നാമം അങ്ങയുടെ തിരുമുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാനും തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിച്ച് അങ്ങേ തിരുക്കുമാരനോട് എപ്പോഴും ചേർത്ത് നിർത്തണമേ. ആഴമുള്ള വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.